On stage. Hey, Anvi the magician. ഇതാരത്? ഒരു വെറൈറ്റി അൻവിക കുട്ടി. ആ അയ്യോ ഇന്ദ്രജാലക്കാരിയാണല്ലേ? ഇതെന്താ ഈ വേഷത്തില് സ്പെഷ്യൽ ആയിട്ട് വരാൻ കാരണം? എനിക്കൊരു പുറത്തെടുക്കാത്തൊരു കഴിവുണ്ട്. ഞാനിങ്ങനെ മുടി വെച്ച ടാലന്റ് മാജിക്. ആ. ഇത് എത്ര വർഷമായിട്ട് വർഷം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ സ്റ്റേജിൽ ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്യണ്ടേ? നമുക്ക് ചെയ്യണ്ടേ? ഇപ്പൊ ചെയ്യണം. എന്റെ പപ്പേന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ക്ലോസ് ഫ്രണ്ടാ, ഗിരീഷ് അങ്കിള്. അങ്കിൾ ഇങ്ങനെ ചെറുപ്പം തൊട്ടേ വീട്ടിൽ വരുമ്പോ അങ്കിൾ നന്നായിട്ട് ചെയ്യും, സ്റ്റേജിലൊക്കെ ചെയ്യുന്ന. അപ്പൊ അങ്കിള് ഇങ്ങനെ ചെയ്യണ കണ്ടിക്ക് കൗതുകമായിട്ട് ഞാൻ ചോദിച്ചു നോക്കി, ഒന്ന് പഠിപ്പിച്ചു. അപ്പൊ അങ്കിള് പഠിപ്പിച്ചെന്ന് ഒരു 8 ഐറ്റമോളം പഠിപ്പിച്ചെന്ന്. അപ്പൊ ആദ്യം മാജിക്കിന്റെ മാജിക്, പിന്നെ പാട്ടിന്റെ മാജിക്. തുടങ്ങാണ് മാജിക്. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മള്. ഓക്കെ, ഇതൊക്കെയാണ് മാജിക്കിന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ പോണേ എല്ലാവരും. ചെറുതായിട്ട്. മാജിക്കിന്റെ മായാലോകത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പാളുവെന്നറിയില്ല. പാളിയ അവിടുന്ന് കൂവല് കേൾക്കും, അല്ലെങ്കിൽ കയ്യടി കേൾക്കും. ഇല്ല, ഇതെല്ലാം എം ടി ആണ്. ഒന്നുമില്ല, ഇതിലൊന്നുമില്ല, ഇതിലൊന്നുമില്ല. ബ്രെയിൻ പോലെ തന്നെ ഇതിലൊന്നും. അയ്യോ, കോൺസെൻട്രേഷൻ കളയാൻ പാടില്ല. ഇതിലൊന്നുമില്ല, ഒന്നുമില്ലല്ലോ. ഇല്ല. ജസ്റ്റ് ഒരു കയറാണ്. കണ്ടോ? ഓക്കെ, കണ്ടു. കഴിഞ്ഞ മാജിക് 2 ഐറ്റം കാണിക്കത്തുള്ളോ? ഒന്നും കൂടെ ഞങ്ങൾക്ക് വേണ്ടി കാണിക്കൂ. ഏതാ കാണിക്കണ്ടേ? ഇഷ്ടമുള്ളത്. ഈ പറഞ്ഞ 2 റിപ്പീറ്റ് ചെയ്യാനല്ല പറഞ്ഞത്, പുതിയതെങ്കിലും കാണിക്കാൻ. അതല്ല, പുതിയത് കാണിക്കാനാ പറഞ്ഞത്. ഇവിടുന്ന് ആരെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുമോ? ആര്യ ചേച്ചിനെ മാനേജ് ചെയ്ത് കളയാൻ പറ്റുമോ? ട്രൈ ചെയ്ത് നോക്കാം. നടക്കൊന്നറിയില്ല. പേടിയുണ്ടോ? പറഞ്ഞപ്പോ ചെറിയൊരു പേടി. No. Alhamon. Stupefy. Ivanesco. അയ്യോ, Ivanesco. പദങ്ങളെ തലയിടയ്ക്ക് മാറ്റി നോക്കിയേ. അയ്യോ, മേശടിയിലുണ്ടോ? Magic. തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അയ്യോ, ഞങ്ങൾ ആര്യ ചേച്ചിനെ തിരിച്ചു വേണം കേട്ടോ. എനിക്ക് മാനേജ് ചെയ്യാൻ അറിയുള്ളൂ, തിരിച്ചോണ്ട് തന്നെ പഠിപ്പിച്ചില്ല. ദൈവമേ, ലൂസ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കൂടെ ആവശ്യമുള്ള അയ്യോ, മാസം ശമ്പളം കൊടുത്ത് തിരിച്ചേക്കണം ഇവിടെ. ടെൻഷനാക്കല്ലേ. Okay. Cool. ആലോചിച്ച് നോക്ക്. Cool. Okay. Lumos. No. Alhamon. Stupefy. ആര്യ ചേച്ചി ഇതെവിടെ വന്ന് മോടിയെന്നോ? എന്നെ കണ്ടില്ലേ ഇവിടുന്ന്? എവിടെയായിരുന്നു? ഞാൻ എത്ര നേരം അലറി വിളിച്ചു ഇവിടെ ഇരുന്നിട്ട് എന്നെ നോക്കൂ ആരും എന്നെ ഞാൻ തപ്പിയൊക്കെ നോക്കിയൊന്നും കണ്ടില്ല. സ്റ്റുപ്പിഡ് ഫൈവ് Stupefy. വേണ്ട, ആ മന്ത്രം ഇനി വേണ്ട, എനിക്ക് പേടിയാവും. ഇടയ്ക്ക് യുനെസ്കോ എന്തോ പറയണ്ടായിരുന്നല്ലോ. അയ്യോ, ആ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് ഭാഷയാണ്? അരാമിക്കണോ? No. ഏത് ഭാഷയാണ്? I think it's Latinum. ലാറ്റിനം എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ടോ? ലാറ്റിൻ. Yeah. ലാറ്റിൻ. Latinum മറ്റേ എലമെന്റ് അല്ലേ? അത് പ്ലാറ്റിനം. അത് പ്ലാറ്റിനം. അതെ, എല്ലാം കൂടി കൺഫ്യൂഷൻ ആയല്ലോ. സ്നോക്സ് ഒക്കെ ഹാരി പോട്ടറിലുള്ളതല്ലേ?
എനിക്ക് ഡബിൾ ഡോർ അടിച്ചു മാറ്റി അടിച്ചു മാറ്റി. എക്സ്പെക്ടോ പെട്രോനോ. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമായോ? ഏതെങ്കിലും ഒരാൾ കരിഞ്ഞു പോയാലേ ഇത് കഴിയുള്ളൂ. ഈ വേഷത്തിലാണ് പാട്ട് പാടാൻ പോകുന്നത്? അല്ലല്ല, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യും. ഏത് അല്ല, പാട്ടാ? പാടാൻ പോകുന്ന പാട്ട് ഏതാ? ഞാൻ അതൊരു ആക്ഷൻ ചെയ്ത് കാണിക്കാം. ഗസ് ചെയ്യോ? ആ, വെയില്. വെയില്. ആ, വെയില്. സൂര്യൻ. സൂര്യൻ. സൂര്യനായി തഴുകി. മാഗ്നറ്റ്. സൂര്യകാന്തം. സൂര്യകാന്തം. ആ, സൂര്യകാന്ത കല്ല്. സൂര്യകാന്ത കല്ല്. കല്ല്. കയറി. കയറി. പടവ്. സ്റ്റെയർ സ്റ്റെയർ. സ്റ്റെപ്പ്. സൂര്യകാന്ത കൽപ്പടവിൽ. Yes. ഓ, അത് വളരെ പഴയ പാട്ടല്ലേ? ഷീലാമ എങ്ങോട്ട് അഭിനയിച്ചത്? ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് പോക്കോളൂ. അതെ. മ്യൂസിക് ദേവരാജൻ മാഷ്, പാടിയത് സുശീലാമ്മ, ലിറിസിസ്റ്റ് വയലാർ സാർ, വയലേഴ്സ്. പിന്നെ ഇയർ 1972. 1972. അപ്പൊ വേഷം മാറിയിട്ട് പെട്ടെന്ന് വരണേ. സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രന്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തിയുറക്കൂ. സ്വയം പ്രഭേ സന്ധ്യേ ഉറക്കൂ, ഉറക്കൂ. സൂര്യകാന്ത
ജീവിത കൽപ്പടവിൽ ഏറിയ ആര്യ ദയാൽ എന്ന നമ്മുടെ ക്യാപ്റ്റനും മധുവും ഞാൻ കൂടി തീരുമാനിക്കുന്ന മാർക്സ് എന്ന് പറയുന്നത് 95.75 ഔട്ട് ഓഫ് 100. താങ്ക് യു. അപ്പൊ ചക്കരെ നേരത്തെ പറഞ്ഞ പോലെ മാജിക് പോലെ തന്നെ പാട്ടും പേടിക്കാതെ നമ്മൾ ചെയ്യണം. മാജിക് ചെയ്യുമ്പോ പേടിയൊന്നുമില്ലല്ലോ. അപ്പൊ ഇനി പേടി വരരുത്. ഓക്കെ